വണ്ടിയിലാണ് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ബൈക്ക് ഉണ്ട് ചേട്ടാ, എവിടെ വെച്ചത്? വണ്ടി കാണണ്ടേ? എനിക്ക് വണ്ടിയിലാണ് എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ചേട്ടന്റെ മാനേജർ നമ്പർ ക്യാമറ വെക്കണമല്ലോ, അല്ലെങ്കിൽ നമ്പർ ഇടണം. ചേട്ടന് ബർത്ത്ഡേ ആരെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് എന്തെങ്കിലും? നമ്മളൊക്കെ ഒരുപാട് സർപ്രൈസുകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ബർത്ത്ഡേ സർപ്രൈസ്, ആനിവേഴ്സറി സർപ്രൈസ്, ഇങ്ങനെയുള്ള ഒരുപാട് സർപ്രൈസുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു സർപ്രൈസ് ഞാൻ ഇതുവരെയായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. ഒരു സങ്കടമാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവിടെ തോന്നിയത്. ലാസ്റ്റ് ആ ഒരു അച്ഛൻ അവിടെ ചിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റികത്തിൽ ആ ഒരു അച്ഛനടുത്തുള്ള ഒരു ടെൻഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മുപ്പരാൾ മുഖത്ത് നിൽക്കേണ്ടത് വായിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ സാധിക്കും. സർപ്രൈസുകളൊക്കെ നിങ്ങൾ ചെയ്തോളി, പക്ഷെ ഒരിക്കലും ഇതുപോലെ നെട്ടിച്ചുകൊണ്ടുള്ള ആളെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ടെൻഷനുകൾ അടിപ്പിച്ചുകൊണ്ടുള്ള സർപ്രൈസുകളും ചെയ്യരുത് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് അങ്ങനെ അവരെ പേടിപ്പിക്കുന്ന ആ ഒരു പേടിപ്പിക്കലായിരിക്കാം അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോലെ. ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും അവരുടെ നിമിഷക്കത്തേത് അങ്ങോട്ട് ബാധിക്കും. എല്ലാ മനുഷ്യരും ഒരേ മെയിനിൽ തന്നെ ആയിരിക്കൂല. പലരും പല പ്രശ്നങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ ജീവിതം തട്ടിമുട്ടിക്കാണ് മുന്നോട്ട് നീക്കി കൊണ്ടുപോകുന്ന ആളായിരിക്കും. ഒരു സംഭവം കണ്ടപ്പം സന്തോഷത്തെക്കാൾ കൂടുതലുണ്ടായത് സങ്കടമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു മനുഷ്യരെ കണ്ടപ്പം ആ ഒരു മനുഷ്യർക്ക് ഉണ്ടായ ഒരു പേടി ഉണ്ടല്ലോ, ആ ഒരു പേടി കണ്ടപ്പം ഒരുപാട് സങ്കടമായി പോയി. അതുകൊണ്ട് സർപ്രൈസുകൾ നൽകിക്കോളി. സന്തോഷങ്ങൾ നൽകുന്ന ഒരുപാട് സർപ്രൈസുകൾ നിങ്ങൾ ആലോചിച്ചിരുന്നാൽ ഒരുപാട് ഐഡിയകൾ കിട്ടും. പക്ഷെ ഇതുപോലെയുള്ള ഐഡിയകൾ വെച്ചിട്ട് ആരും ആരെയും വെക്കണം ചെയ്ത് സർപ്രൈസുകൾ നൽകിയത്. ഇതുപോലെ ഭയപ്പെടുത്തുന്ന സർപ്രൈസുകളെ മാക്സിമം ഒഴിവാക്കിയിട്ട് സന്തോഷങ്ങൾ നൽകുന്ന സർപ്രൈസുകളെ നൽകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് ചെയ്യുന്ന ആൾക്കും സന്തോഷം ഉണ്ടാവും, ചെയ്യിപ്പിച്ച ആൾക്കും സന്തോഷം ഉണ്ടാവും, ആ ആൾക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവും.